ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി കൽമാസാണ്. ഇത് കൂടുതലും കണ്ണൂർ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിട്ട് ആരും ഉണ്ടാക്കാതെന്ന് ഇരിക്കേണ്ട, നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കൽമാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷമാണ് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തത്. അത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചീരയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചീര കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് കൈ കൊണ്ടിട്ട് തന്നെ, മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് നന്നായിട്ട് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചിക്കനാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അത് നമ്മളുടെ ഇഷ്ടം പോലെ, കുറച്ചും കൂടുതലൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പണിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പെരുംജീരകം കൊടുക്കുന്നുണ്ട്, വലിയ ജീരകം. അത് കുറച്ച് തേങ്ങ ചിരണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. അത് അരച്ചെടുക്കേണ്ട, ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് വെള്ളം വെച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ഈ തേങ്ങ ഒതുക്കിയത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരിപ്പത്തിരിയെല്ലാം ഉണ്ടാക്കുന്നത് പോലെ പൊടി നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ തിളക്കണ വെള്ളത്തിലോട്ട് കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളക്കണത് കാണാൻ പറ്റും. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാതിന് ശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കുഴക്കണ സമയത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തേച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ഇതിൽ നിന്നൊരു ബോൾ പോലെ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം അതിന് നടുവിലായിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് സൈഡും കൂടി നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. പിന്നെ നമ്മൾ ഈ പൊടി കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് കറക്റ്റായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രം വേണം ഈ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ആവിയേറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടിയിലല്ല മിക്സ് ചെയ്യേണ്ടത്, കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്തത് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കായത്തിലേക്ക് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴുവനാവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം വേണം നമുക്ക് ആ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളും മൊരിയണ രീതിയിൽ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള നമ്മളെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്